Hi all, welcome to this class. നമ്മൾ ഇന്ന് പുതിയൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്, കമ്പനി ലോ. ഈ ബുക്ക് കംപ്ലീറ്റ്ലി ലോ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ പഠിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ എന്ന് പറയുന്ന കമ്പനിയില് ഈ ഒരു ലോയുടെ ഒരു ബുക്കില് കമ്പനി ലോ ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ്. നമുക്ക് നോക്കാം എന്താണ് കമ്പനി. കമ്പനി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയെയാണ് നമ്മൾ കമ്പനി എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം, കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. കമ്പനി എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഫോംഡ് ഫോർ എ കോമൺ പർപ്പസ്. പൊതുവായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയായിരിക്കും അവർ ഫോം ചെയ്തിരിക്കുന്നത്. ഇക്കണോമിക് ഓർ നോൺ ഇക്കണോമിക്, സാമ്പത്തികപരമായിട്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികേതരപരമായിട്ടും ആവാം. ആസ് പെർ ലോ, നിയമത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ എവറി കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. ഏതൊരു കമ്പനിയും ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. പാർട്ണർഷിപ്പ് ഫോമിനെ ഒരിക്കലും നമ്മൾ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ടാണ് പാർട്ണർഷിപ്പ് ഫോമിന്റെ രജിസ്ട്രേഷൻ ഈസ് നോട്ട് എ മാൻഡേറ്ററി. പാർട്ണർഷിപ്പ് ഫോംസ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് പാർട്ണർഷിപ്പ് ആക്ട് 1932. 1932 പ്രകാരമാണ് പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ണർഷിപ്പ് ഫോംസ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കമ്പനികൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇന്ത്യയിലെ കമ്പനികൾ, ഇന്ത്യയിൽ എത്ര കമ്പനികളുണ്ടോ ആ കമ്പനികളെല്ലാം തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഓരോ കമ്പനിക്കും കമ്പനിയുടേതായ ഒരു സെപ്പറേറ്റ് ലീഗൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പെർപെച്വൽ ആയിട്ടുള്ള ഒരു സക്സഷൻ ഉണ്ടായിരിക്കും. വിത്ത് എ കോമൺ സീലോട് കൂടിയതായിരിക്കും കമ്പനി എന്ന് പറയുന്നത്. ഇനി കമ്പനി വേഴ്സസ് ബോഡി കോർപ്പറേറ്റ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ഓഫ് ദി കമ്പനീസ് ആക്ട് 2030. കമ്പനീസ് ആക്ട് 2030 സെക്ഷൻ 2 സബ്സെക്ഷൻ 11 പറയുന്നത് ബോഡി കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ ഇൻക്ലൂഡ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് വെളിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്? ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും കോർപ്പറേറ്റീവ് ഫോംസിന്റെ ഭാഗമായിട്ടോ ഒന്നും തന്നെ വരികയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഈസ് കമ്പനി എ സിറ്റിസൺ. കമ്പനി ഒരു സിറ്റിസൺ ആണോ? കമ്പനി എന്നത് ഒരു പൗരനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണ്? എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഓർ ലീഗൽ പേഴ്സൺ. Still, it is not considered as a citizen under the Constitution of India or Citizenship Act 1955. 1955 പൗരത്വ നിയമം അനുസരിച്ച്, സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ, കൃത്രിമ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ കൂടെയും ഒരിക്കലും കമ്പനിയെ ആരായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല? ഒരു സിറ്റിസൺ ആയിട്ട്, ആ ഒരു രാജ്യത്തിന്റെ പൗരനായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. കമ്പനിയെ നമ്മളൊരു സിറ്റിസൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എങ്കിൽ കൂടെയും കമ്പനിയെ ഒരിക്കലും സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം സിറ്റിസൺ ആയിട്ട് എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ഓക്കെ. അടുത്തായിട്ട് പറയുന്നത് വാട്ട് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എവറി കമ്പനി ഫോംഡ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ചില ലീഗൽ ആയിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിയെ, നിയമത്തിന്റെ കണ്ണിൽ കമ്പനി ആരാണ്? ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു പേഴ്സൺ ആണ്. ക്രിയേറ്റഡ് ബൈ ലോ. ഓരോ കമ്പനിയും ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? നിയമത്താലാണ്, നിയമങ്ങൾ കൊണ്ടാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനിയും, ഇന്ത്യയിലെ ഏതൊരു കമ്പനിയും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നത് കമ്പൽസറി ആണ്. അടുത്തത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി വേറെ, ഓണേഴ്സ് വേറെ.
കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കണം, ഓണേഴ്സിന് ഓണേഴ്സിന്റേതായ ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ ബാധ്യതകൾ ഒരിക്കലും ഓണേഴ്സിന്റെ ബാധ്യതകളായിട്ടോ കമ്പനിയുടെ അസറ്റുകൾ ഒരിക്കലും ഓണേഴ്സിന്റെ അസറ്റുകളായിട്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. വേറിട്ട് നിൽക്കുന്ന ഒരു അസ്തിത്വമാണ് എന്തിനുള്ളത്, കമ്പനിക്ക് ഉള്ളത്. കമ്പനിക്ക് എന്തുണ്ട്, കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി എല്ലായ്പ്പോഴും കമ്പനിയുടെ ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിലകൊള്ളുന്നു. അടുത്താണ് പെർപച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പെർപച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കമ്പനിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്പനിയിലെ മറ്റു മെമ്പേഴ്സും ആണെങ്കിൽ കൂടെയും കമ്പനിയുടെ മെമ്പേഴ്സിന് ആർക്കെങ്കിലും പെട്ടെന്ന് മരണം സംഭവിക്കുകയോ പാപ്പരത്തം ഇൻസോൾവൻസി സംഭവിക്കുകയോ വന്നതാ ഇൻസാനിറ്റി സംഭവിക്കുകയോ മറ്റു മെന്റൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ പോലും അത് കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. അതാണ് പെർപച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു മെമ്പർ മരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് ഇൻസാനിറ്റി സംഭവിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് മെന്റലി ഒരു ഡിസോർഡർ ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരിക്കലും കമ്പനി അവിടെ അടച്ചുപൂട്ടാൻ പാടില്ല. കമ്പനി നിലനിന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the shareholders of a company is limited thereupon only extent of some share capital. കമ്പനിയിലേക്ക് ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്, ബാധ്യതകൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. എങ്കിൽ കൂടെ കമ്പനിയുടെ ലയബിലിറ്റിയുടെ ബേസിൽ നിന്നുകൊണ്ടിട്ട് ബാധ്യതകളുടെ അടിസ്ഥാനത്തിൽ കമ്പനികളെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. The liability of its shareholders in such companies are limited. The nominal value of shares are held by them. കമ്പനികള് ലിമിറ്റഡ് ഷെയറുകൾ, കമ്പനിയുടെ കൈവശമുള്ള ഷെയറുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. കാരണം ആ പറഞ്ഞിരിക്കുന്ന നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അത്തരത്തിലുള്ള കമ്പനികളാണെങ്കിൽ the liability of the members is limited up to the amount of guaranteed by them. എത്രത്തോളം എമൗണ്ട് ഓഫ് ഗ്യാരണ്ടി ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ബട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലോട് കൂടി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പക്ഷെ കമ്പനികൾ എന്ന് പറയുന്നത് ഗ്യാരണ്ടിയുടെ പുറത്ത് ലിമിറ്റഡ് ആണ്. Liabilities of a members is limited to the aggregate amount of unpaid shares, the amount of guaranteed by them. Unpaid, എത്രത്തോളം ഷെയർസ് ആണോ കൊടുക്കാനുള്ളത് അത്രത്തോളം എമൗണ്ട് ഓഫ് ഷെയർസിന്റെ ലയബിലിറ്റി ആയിരിക്കും ആ മെമ്പേഴ്സിന് ഉണ്ടായിരിക്കേണ്ടത്. അത് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നതും എന്തായിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കും. അടുത്തത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസിന്റെ കൈമാറ്റം, ഓഹരികളുടെ കൈമാറ്റം എങ്ങനെയാന്ന് നോക്കിക്കേ. ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി ക്യാൻ ഫ്രീലി ട്രാൻസ്ഫർ ഷെയർസ് ടു എനി പേഴ്സൺ ആസ് പെർ ദി മാനർ പ്രൊവൈഡഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി വിതൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ് ഓഫ് ദി അതർ മെമ്പേഴ്സ്. മറ്റുള്ള മെമ്പേഴ്സിന്റെ കൺസെന്റ് ഒന്നും കൂടാതെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനിയുടെ ഡോക്യുമെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പരാമർശിച്ചിട്ടുള്ള രീതിയിൽ നമ്മുടെ കൈവശമുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നവരുടെ കൈവശമുള്ള ഷെയർസ് യഥേഷ്ടം മറ്റുള്ള പേഴ്സൺസിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി സെപ്പറേറ്റ് പ്രോപ്പർട്ടി, അതറിയാലോ. സെപ്പറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. നോക്കിക്കേ, ലോ സേസ് ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനീസ് ആർ നോട്ട് എ പാർട്ട് ഓഫ് ദി ഓണേഴ്സ് ബട്ട് ദേ ആർ എൻജോയ് സർട്ടൻ റൈറ്റ്സ്. കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ ആരല്ല, ഓണേഴ്സ് അല്ല, പക്ഷേ അവർക്കായിട്ട് നമ്മൾ സർട്ടൻ ആയിട്ടുള്ള ചില റൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മൊത്തത്തിലുള്ള അസറ്റുകളുടെ മേലെ യാതൊരുവിധ അവകാശവും ഇത്തരം ഓണേഴ്സിന് ഉണ്ടായിരിക്കത്തില്ല. ഇനി കോമൺ സീല്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ടിട്ട് തന്നെ ചില സമയത്തെങ്കിലും കമ്പനിയുടെ പേരിൽ ഒരു ഒഫീഷ്യൽ വാലിഡിറ്റി വേണ്ട ഒരു അവസരം ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ചില ഒഫീഷ്യൽ സിഗ്നേച്ചർ വേണ്ട ഒരു അവസരം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് അതിൽ ഒപ്പുവെക്കാനുള്ള അധികാരം ആർക്കാണ്, കമ്പനിക്കാണ്. കാരണം കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടല്ലേ. അതുകൊണ്ട് കമ്പനിയുടെ സിഗ്നേച്ചറിനെ, കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമൺ സീൽ എന്ന് വിളിക്കുന്നത്. ഏതൊരു കമ്പനിക്കും എന്തുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു കോമൺ സീല്
ഉണ്ടായിരിക്കണം. കമ്പനി മേ സ്യൂ ആൻഡ് സ്യൂ ഇറ്റ്സ് ഓൺ. കമ്പനിയുടെ പേരിലും കമ്പനിക്ക് മറ്റുള്ളവരുടെ പേരിലും എന്ത് ഫയൽ ചെയ്യാവുന്നതാണ്? കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആ കമ്പനിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് കമ്പനിക്ക്, ആ ഒരു കമ്പനിക്കും മറ്റുള്ള വ്യക്തികളുടെ പേരിലോ സ്ഥാപനങ്ങളുടെ പേരിലോ കേസ് ഫയൽ ചെയ്യാവുന്നതാണെന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ. എവറി കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി. ഏതൊരു കമ്പനിക്കും ലീഗൽ ആയിട്ടുള്ളൊരു നിയമപരമായിട്ടുള്ളൊരു അസ്തിത്വം ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫ്രം മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റും ആയിരിക്കും, അത് സ്വതന്ത്രനുമായിരിക്കും. All through the members of the company, in fact, they are real beneficially owners to the property of the company. Still, there is a line of demarcation of veil covering between company and its members. കമ്പനിയും മെമ്പേഴ്സും തമ്മിൽ ചില സമയത്തെങ്കിലും എന്ത് വരാറുണ്ട്? ഒരു ഡിമാക്രേഷൻ അല്ലെങ്കിൽ ഒരു വെയില് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെ ചില ആക്ടിവിറ്റികൾ ഫ്രോഡുലന്റ് ആയിട്ടുള്ള പർപ്പസസിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കോർപ്പറേറ്റ് വെയിൽ പ്രകാരം, ലോ പ്രകാരം അത് ലിഫ്റ്റ് ചെയ്യാവുന്നതാണെന്നുള്ളതാണ് കേട്ടോ. ഇനി അണ്ടർ എക്സ്പ്രഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അനുസരിച്ച് there are following specific circumstance under the Companies Act 2013 when the directors or members of the company may held liable to personality along with the company. When there are misstatement or misrepresentation of the prospectus issued by the company. കമ്പനിയിലെ തെറ്റായ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്തതായിട്ട് കമ്പനിയോ കമ്പനിയുടെ ഡയറക്ടേഴ്സോ മറ്റു പ്രൊമോട്ടേഴ്സോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. when securities to the public are issued to the company, അതായത് പബ്ലിക്കിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റീസ് കമ്പനിയിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ minimum subscription. In case of the minimum subscription is stated, prospectus is not received within 13 days. 30 ദിവസത്തിനുള്ളിൽ പ്രോസ്പെക്ടക്സ് റിസീവ് ചെയ്യാതെയാണ് നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ നടത്തിയതെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നടത്താവുന്നതാണ്. when an officer of a company signed the documents or contract on the behalf of the company. കമ്പനിക്ക് പകരമായിട്ട് നിന്നുകൊണ്ട് കമ്പനിയുടേതായിട്ടുള്ള ഡോക്യുമെന്റിൽ ഒരു ഓഫീസർ സൈൻ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ when an inspector appointed to investigate affairs of the company considered it necessary. ആവശ്യമെങ്കിൽ ഒരു ഇൻസ്പെക്ടറിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടേതായിട്ടുള്ള അഫയേഴ്സിനെ പരിശോധിപ്പിക്കാവുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് മേ ബി അപ്പോയിന്റ് one or more inspectors to investigate and report the matters relating to the company. പിന്നെ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിനോ ഒന്നോ അതിലധികമോ ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. The director or officer of a company will be personally liable for act done on the behalf of the company beyond the powers of the company. കമ്പനിയുടെ പവേഴ്സിൽ നിലനിൽക്കാതെ തന്നെ കമ്പനിക്ക് പകരമായിട്ട് ഡയറക്ടേഴ്സോ ഓഫീസേഴ്സോ പേഴ്സണലി ചില ആക്ടുകൾക്ക് ലയബിൾ ആകേണ്ടതായിട്ട് വരും. ഡ്യൂറിംഗ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യേണ്ട സമയത്ത് if it is appear that any business has been carried on with intention to defraud the creditors or other persons, the persons who knowingly party to act as a held എന്നുള്ളതാണ്. The director or officer of a company may also held liable for personality under the provisions of the statutes under the Income Tax Act. അപ്പൊ ഇതിലേക്ക് 3 പോയിന്റോ 4 പോയിന്റോ എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ മതിയേ. അടുത്ത ഒരു ഹെഡ് വരുന്നത്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ് വരുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് പാർട്ട്ണർഷിപ്പ്. കമ്പനിയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? മിനിമം 2 പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 50 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേരെങ്കിലും വേണം. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ കേസിൽ മാൻഡേറ്ററി ആണ്, അതേസമയം പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ നോട്ട് മാൻഡേറ്ററി ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അതേസമയം കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഫേമിലെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അതേസമയം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന്റെ ഷെയർസ് ഒരിക്കലും മറ്റുള്ള പാർട്ട്നേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. മറ്റുള്ള പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് കൂടാതെ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല.
ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പരാമർശിച്ചിട്ടുള്ള രീതിയിൽ പാർട്ട്നേഴ്സിന്റെ മെമ്പേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ തന്നെ യഥേഷ്ടം മറ്റുള്ള വ്യക്തികളിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി ഡെത്തോ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് നിർത്തിപ്പോവാനായിട്ട് കാരണമാകും. പക്ഷെ അതൊരിക്കലും കമ്പനിയുടെ കാര്യത്തിൽ അതിനെ അഫക്ട് ചെയ്യില്ല. അതിനെയാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏതൊരു കമ്പനിയെയും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. വോട്ടിങ്ങിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അവര് റെപ്രസെന്റേറ്റീവ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേസമയം പാർട്ട്ണർഷിപ്പിനെ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഓരോ പാർട്ട്നേഴ്സും ആയിരിക്കും ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ മാനേജ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ചില സമയത്തെങ്കിലും ഫേമിന്റെ ഏജന്റ് ആയിട്ടും മറ്റും വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും കമ്പനിയുടെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസോ ഒന്നും തന്നെ ഇല്ല. അതേസമയം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിലോ ഓഡിറ്റിംഗ് നടത്തുന്നതിലോ ഒന്നും തന്നെ യാതൊരുവിധ കാര്യങ്ങളിലും പാർട്ട്ണർഷിപ്പിന് യാതൊരുവിധ ഒബ്ലിഗേഷൻസും ഇല്ല. അതേസമയം കമ്പനിക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ കമ്പനി ഡിസോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതേസമയം പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പാർട്ട്നേഴ്സിന്റെ കൺസെന്റോട് കൂടെ റിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനീസ് പ്രോപ്പർട്ടീസ് ആണ്. കമ്പനിയുടെ കൈവശമുള്ള പ്രോപ്പർട്ടീസ് എല്ലായ്പ്പോഴും കമ്പനിയുടെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം പാർട്ട്ണർഷിപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോപ്പർട്ടീസ് ഒരിക്കലും പാർട്ട്ണർഷിപ്പിന്റെ ഫേമിലായിരിക്കില്ല. അത് ഓരോ പാർട്ട്നേഴ്സിന്റെ പേരിലായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ. An LLP, limited liability partnership, must have two partners without the maximum limit. അത് 2 പാർട്ട്നേഴ്സ് എങ്കിലും മിനിമം വേണം, മാക്സിമം ലിമിറ്റ് ഇല്ല. അതേസമയം ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് 7 പേരെങ്കിലും വേണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര്, മാക്സിമം 200 പേരെങ്കിലും. As per Companies Act, the name of a company must be end with limited or P limited. ഒരു കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രൈവറ്റ് കമ്പനി എൻഡ് ചെയ്യുമ്പോൾ അതിന്റെ അവസാനം P ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ എൻഡ് ചെയ്യുമ്പോൾ ലിമിറ്റഡ് എന്ന് ചേർത്തിരിക്കണം. അതേസമയം ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ നെയിമിന്റെ എൻഡിൽ LLP എന്ന് ചേർത്തിരിക്കണം. LLP is managed as per the agreement between its partners and governs the structure of a company. അപ്പൊ നോക്കിക്കേ, പാർട്ട്നേഴ്സിന്റെ എഗ്രിമെന്റ് പ്രകാരമാണ് LLPനെ മാനേജ് ചെയ്യുന്നത്. അതേസമയം കമ്പനീനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? കമ്പനീസ് ആക്ട് പ്രകാരമാണ് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. Directors of a company is appointed by the shareholders who control and manage the affairs of the company. കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടാണെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ടാണെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ കമ്പനി ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ് ചെയ്യുന്നു. പക്ഷേ LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എല്ലാം മാനേജ് ചെയ്യുന്നത് അതാത് പാർട്ട്നേഴ്സിലൂടെ ആയിരിക്കും. A partner in LLP can transfer his economic rights such as transfer does not cause in the disassociation of partner and dissolution of LLP's transfer does not become the partner. The LLP just by a transfer. നോക്കിക്കേ, LLPയിലെ പാർട്ട്ണർക്ക് അയാളുടെ ഇക്കണോമിക് റൈറ്റുകൾ എന്ത് ചെയ്യാവുന്നതാണ്? ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ബട്ട് such transfer does not cause the disassociation of partners. ഇത്തരത്തിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ നടന്നാൽ അത് അസോസിയേഷൻ ഇല്ലാതാവാനായിട്ടുള്ള കാരണമാകരുത്. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ആൻ LLP, ഒരു LLPയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് the transfer does not become a partner. അത് ആരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തി ഒരിക്കലും പാർട്ട്ണർ ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. LLP എല്ലായ്പ്പോഴും എന്തായിട്ട് നിൽക്കാനേ പാടുള്ളൂ? ട്രാൻസ്ഫറർ ആയിട്ട് നിൽക്കാനേ പാടുള്ളൂ. Any shareholder of the company can freely transfer his shares. അപ്പൊ ഏതൊരു മെമ്പറിനും, കമ്പനിയിലെ ഏതൊരു മെമ്പറിനും യഥേഷ്ടം അവർക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. When a capital contribution does not exceed ₹25 lakhs, the annual turnover does not exceed ₹40 lakhs. അപ്പൊ നോക്കിക്കേ, the audit of accounts of LLP is not a compulsory. കമ്പനിയെ സംബന്ധിച്ച്, ഒരു LLP ഫേമിനെ സംബന്ധിച്ച് അത് എല്ലാ വർഷം തോറും ഓഡിറ്റ് നടത്തണം എന്നുള്ളത് ഒരിക്കലും നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 25 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. അതുപോലെ തന്നെ ആനുവൽ ടേൺ ഓവറും ഒരിക്കലും എത്ര ലക്ഷത്തിൽ കൂടാൻ പാടില്ല? 40 ലക്ഷത്തിന് മേലെ ആവാനായിട്ട് പാടില്ല.
But the audit of accounts of a company is legal necessity. അപ്പൊ എന്താണ് കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നാണ്. ഇനി കൈൻഡ്സ് ഓഫ് കമ്പനി, കമ്പനീനെ എത്ര ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. On the basis of incorporation, incorporationന്റെ ബേസിൽ നിന്നുകൊണ്ടിട്ട്, on the basis of liabilityയുടെ ബേസിൽ നിന്നുകൊണ്ടിട്ട്, on the basis of control, controlന്റെ ബേസിൽ നിന്നുകൊണ്ടിട്ട്. ഇൻകോർപ്പറേഷന്റെ ബേസിൽ നിന്നിട്ട് ചാർട്ടേഡ് കമ്പനി, ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the type of company is incorporated അല്ലെങ്കിൽ registered under a special charter granted by Queen of England. ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ ആജ്ഞപ്രകാരം ഒരു ചാർട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. പണ്ടത്തെ ബ്രിട്ടീഷ് കമ്പനികളെല്ലാം തന്നെ ചാർട്ടർ കമ്പനികൾക്ക് എക്സാമ്പിൾസ് ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, സ്റ്റാർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ ആക്ട് പാർലമെന്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ എല്ലാം തന്നെ പാസ് ചെയ്തുകൊണ്ടാണ് അത്തരം കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്തരം കമ്പനികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. ഇനി രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളെല്ലാം തന്നെ കമ്പനീസ് ആക്ടുകളുടെ പ്രൊവിഷൻസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് രജിസ്റ്റേർഡ് ഓർ ചാർട്ടർ കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ലയബിലിറ്റീസിന്റെ ബേസിൽ എങ്ങനെയാണ് കമ്പനികളെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞതാണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ബട്ട് ഇഷ്യൂ ഓഫ് ഷെയർസ്, then unlimited company. ഇനി on the basis of control, ചില നിയന്ത്രണങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ട് കമ്പനികളെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹോൾഡിംഗ് കമ്പനി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനിയെ ബി എന്ന് പറയുന്ന കമ്പനി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും എ എന്ന് പറയുന്ന കമ്പനിയെ സബ്സിഡിയറി കമ്പനി എന്നാണ് വിളിക്കുന്നത്. സബ്സിഡിയറി കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് 50 പാർഷ്യലി ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ട്, 100% ഹോൾഡിംഗ് കമ്പനീസ് ഒക്കെ ഉണ്ട്. ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിന്റെ ബേസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് സബ്സിഡിയറി കമ്പനി എല്ലായ്പ്പോഴും ഹോൾഡിംഗ് കമ്പനീസിന്റെ പാർട്ടായിരിക്കും. ഇനി ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗവൺമെന്റ് കമ്പനീസ് മസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് കമ്പനീസ് ആക്ട്. ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 51% of paid up share capital held by the central government. ഗവൺമെന്റ് കമ്പനി, ഒരു ഗവൺമെന്റ് കമ്പനിയെ ഗവൺമെന്റ് കമ്പനി ആവണമെങ്കിൽ ആ കമ്പനി 51% മേലെ 51% താഴാത്ത രീതിയിലുള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റല് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഹെൽഡ് ചെയ്തിരിക്കണം. അത്തരം കമ്പനികളെയാണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെന്റോ പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റോ ആകാം. ഒരു ഗവൺമെന്റ് കമ്പനി രജിസ്റ്റർ ചെയ്യണത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഗവൺമെന്റ് കമ്പനിയെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് 51% കുറയാത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റല് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ ഹെൽഡ് ചെയ്തിരിക്കണം. ഇനി ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കമ്പനി ഫോറിൻ കമ്പനി ആകണമെങ്കിൽ ആ കമ്പനിയോ അതിന്റെ ബോഡി കോർപ്പറേറ്റോ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്? ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി അതർ കൈൻഡ്സ് ഓഫ് രജിസ്റ്റേർഡ് കമ്പനി. ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ മറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ പ്രൊഡ്യൂസർ കമ്പനി അല്ലെങ്കിൽ 1 person കമ്പനി, സ്മോൾ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The producer company is a body corporate which engage in activities connection with any primary produce. പ്രാഥമികമായിട്ട് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള കമ്പനികളെയാണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. പ്രൈമറി പ്രൊഡ്യൂസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് പ്രൊഡ്യൂസർ ഓഫ് എ ഫാർമർ ഫ്രം അഗ്രികൾച്ചർ. കൃഷിയിൽ നിന്ന് ഫാർമർ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അനിമൽ ഹസ്ബൻഡറി നടത്തിയിട്ട് ഇപ്പോ പാലുൽപാദനം അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്നത് വഴിയായിട്ട് മുട്ട ലഭിക്കുന്നു, അല്ലെങ്കിൽ ബീ ഫാമിംഗ് മീൻസ് തേനീച്ചകളെ വളർത്തുന്നതിലൂടെ തേൻ ശേഖരിക്കുന്നു. അത്തരത്തിലുള്ള കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അത്തരത്തിലുള്ള കമ്പനികളെ പ്രൊഡ്യൂസർ കമ്പനി ആയിട്ടാണ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി മിനിമം ആൻഡ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. The law states that any 10 members or more producers of individuals or any 2 or more producer or institutions or combination of 10 or more individuals and producer institutions of on the form of
പ്രൊഡ്യൂസർ കമ്പനി. പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു മിനിമം നമ്പർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 10 അതിലധികമോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി മാക്സിമം നമ്പേഴ്സിനുള്ള സീലിംഗ് ഇല്ല എന്നുള്ളതാണ്. Only equity shares can be there in share capital of a producer company. These shares cannot be transferred except at a par value and not active member with the previous approval of the board. ബോർഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അപ്രൂവൽ ലഭിച്ചുകൊണ്ടിട്ടോ അല്ലാതെയോ ഒരിക്കലും ഷെയർസ് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. അവരുടെ ലയബിലിറ്റി, ഇത്തരം പ്രൊഡ്യൂസർ കമ്പനികളുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. വിത്ത് അപ്രൂവൽ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്രൂവൽ നമുക്ക് ലഭിച്ചാൽ ആൻഡ് അറ്റ് ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ദ കമ്പനി ക്യാൻ റീഇംബേഴ്സ് ദി പ്രൊമോട്ടേഴ്സ് അറ്റ് ഓൾ കോസ്റ്റ് ആൻഡ് പ്രൊമോഷൻ രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. അതായത് കമ്പനി മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ ഒരു ജനറൽ മീറ്റിംഗിൽ വെച്ച് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റീഇംബേഴ്സ് ചെയ്യാവുന്നതാണ്, പ്രൊമോട്ടേഴ്സിലേക്ക് റീഇംബേഴ്സ് ചെയ്യാവുന്നതാണ്. ദ പ്രൊഡ്യൂസർ കമ്പനി ഷാൽ ബി എൻഡ് വിത്ത് വേർഡ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു പ്രൊഡ്യൂസർ കമ്പനിയുടെ നെയിം എൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സിന്റെ വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയാണ്? When a producer company has only individual members or individual and a producer institutional members, and voting rights shall be based on a single vote for every member irrespective of the shareholding. അവര് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് എന്ന രീതിയിലാണ് വോട്ടിംഗ് റൈറ്റ്സ് വരുന്നത് കേട്ടോ. A person having conflicting business interests with the business company cannot be its members. Also, in case of members who acquire any conflicting business interest and cease to members and liability removed in a manner prescribed by the articles. ആർട്ടിക്കിൾസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യേണ്ടത്. ഇനി ബെനിഫിറ്റ്സ് ടു ദി മെമ്പേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എ ലിമിറ്റഡ് റൺ വിൽ ബി ഗിവൺ ടു എവറി മെമ്പർ ഓൺ ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ എല്ലാ മെമ്പേഴ്സിലേക്കും കൊടുക്കുന്നു. മെമ്പേഴ്സ് ഷാൽ നോട്ട് റിസീവിംഗ് ഫുൾ വാല്യൂ ഓഫ് പ്രൊഡ്യൂസ് പൂൾഡ് with held price to be paid in cash equity shares decided by the board. ബോർഡ് ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും പ്രൈസ് ലഭിക്കുന്നത്. ബോണസ് ഷെയർസ് മേ ബി അലോട്ടഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സിലേക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ആഫ്റ്റർ പ്രൊവൈഡിംഗ് ലിമിറ്റഡ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം അത് റിസർവിലേക്കും മറ്റ് ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്കും എല്ലാം തന്നെ സർപ്ലസ് ഫണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ജനറൽ മീറ്റിംഗ് എങ്ങനെയാന്ന് നോക്കിക്കേ. ദ ആനുവൽ ജനറൽ മീറ്റിംഗ് AGM of a producer company shall held within 19 days of incorporation to discuss the appointment of directors and adoption of articles of association. ഒരു പ്രൊഡ്യൂസർ കമ്പനീനെ ഫോം ചെയ്തതിനു ശേഷം അത് ഫോം ചെയ്ത് 90 ദിവസത്തിനുള്ളിലാണ് എന്ത് നടത്തുന്നത്, ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എപ്രകാരമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Thereafter, the gap between two annual general meetings must not be more than 15 months, which can be extended by the registrar of the company for maximum 3 months. അപ്പൊ നോക്കിക്കേ, രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മാസത്തിന്റെ ഏറെയാണെങ്കിൽ which can be extended by the registrar of a company. കമ്പനിയുടെ രജിസ്ട്രാർ മുഖാന്തരമാണ് അത് എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. 3 മാസത്തേക്കാണ്, മാക്സിമം 3 മാസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. The AGM should be held at the registered office. Registered office വെച്ചിട്ടാണ് AGM എന്ത് ചെയ്യേണ്ടത്, കൂടേണ്ടത്. On the day which is not public holiday during business hours. അതൊരിക്കലും ഒരു പബ്ലിക് ഹോളിഡേ ആയിരിക്കരുത്, ബിസിനസ് അവേഴ്സ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഷാൽ ബി കോൾഡ് ഡയറക്ടർ ഓഫ് എ റിക്വസിഷൻ ഡ്യൂലി സൈൻഡ് ബൈ 1/3 or more members who entitled to voting right. മൂന്നിൽ ഒരു ഭാഗം ആളുകളെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. Every members and auditors shall send a notice to every general meeting. ഏതൊരു ജനറൽ മീറ്റിംഗ് നടക്കുമ്പോഴും അത് എല്ലാ മെമ്പേഴ്സിലേക്കും ഓഡിറ്റേഴ്സിലേക്കും നോട്ടീസ് സെൻഡ് ചെയ്യണം. The quorum of AGM, ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ക്വാറം എന്ന് പറയുന്നത്
1/4 of the total members must be higher quorum may be fixed by the articles. ആർട്ടിക്കിൾസിൽ പരാമർശിച്ചിട്ടുള്ള തരത്തിലുള്ള ക്വാറം തന്നെ എന്ത് ചെയ്യണം ഓരോ മീറ്റിംഗിലും ഫിൽ ചെയ്തിരിക്കണം. ഇൻ കേസ് അബ്സെൻസ് ഓഫ് ക്വാറം, ഇത്തരത്തിലുള്ള ക്വാറത്തിന്റെ അബ്സെൻസോട് കൂടെ ഒരു മീറ്റിംഗ് പോലും എന്ത് ചെയ്യില്ല, നടക്കത്തില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതാണ് 1% കമ്പനി അഥവാ OPC എന്ന് പറയുന്നത്. As per section 2 subsection 62 of the Companies Act 2013, 1% company is defined as a company with only one person as its members. 1% company ആ പേരിൽ തന്നെ ഉണ്ട്, ഒരൊറ്റ വ്യക്തിയാൽ നടത്തുന്ന കമ്പനിയെയാണ് 1% കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഫോംഡ് ഫോർ എ ലോഫുൾ പർപ്പസ്. ഇത് നിയമപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയായിരിക്കും ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ആസ് എ പ്രൈവറ്റ് കമ്പനി ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്. The company can be registered as a limited by shares or limited by its guarantee. ഈ കമ്പനിയിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് എന്ത് രീതിയിലായിരിക്കും, ലിമിറ്റ് ഒന്നുമില്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടായിരിക്കും. The memorandum of such a company must have a name of other person along with prior with written consent, who shall, even the subscriber death or incapacity to contract to become a member of the company, so the other person shall be titled to the shares of the member and have the same rights and liabilities the sole proprietor member. നോക്കിക്കേ, നമ്മളെ കമ്പനി മെമ്മോറാണ്ടത്തിൽ രജിസ്റ്റർ നമ്മുടെ പേര് വെച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ പേരും കൂടി നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടിട്ട് ഈ രജിസ്റ്റർ ചെയ്ത ആ ഒരു വ്യക്തി മരണപ്പെടുകയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇൻകേപ്പബിൾ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടിട്ട് ആ കമ്പനിയുടെ പെർഫോമൻസസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ആ കമ്പനി അയാളുടെ ഷെയർസ് എല്ലാം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരമുള്ള ഒരു വ്യക്തിയെ കൂടി നമ്മൾ ആ രജിസ്ട്രേഷന്റെ സമയത്ത് ആ ഒരു വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, രജിസ്റ്റർ ചെയ്യും. അത്തരത്തിലുള്ള കമ്പനികളെയാണ് 1% കമ്പനി എന്ന് പറയുന്നത് കേട്ടോ. ഇനി റിലാക്സേഷൻ അവൈലബിൾ ഓൺ 1% കമ്പനിക്കുള്ള റിലാക്സേഷൻസ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. There are some relaxation given to OPC. OPC means 1% company, which include no need to prepare cash flow statement. Cash flow statement prepare ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. The annual return can be signed by the director, not necessary for company secretary. കമ്പനി സെക്രട്ടറി സൈൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. ആ കമ്പനിയുടെ ഡയറക്ടർ മാത്രം ആനുവൽ റിട്ടേണിൽ സൈൻ ചെയ്താൽ മതി. നോ നെസസിറ്റി ഫോർ ഹോൾഡിംഗ് എ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് ഒന്നും നടത്തേണ്ട ആവശ്യകതയില്ല. One director can be signed audited financial statement. ഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഡയറക്ടർ മാത്രം സൈൻ ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഒരു 1% കമ്പനിയുടെ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു 1% കമ്പനി. ഇനി 1% കമ്പനിക്ക് ആവശ്യമായിട്ട് വരുന്ന മറ്റു പ്രൊവിഷൻസ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഇൻ കേസ് ഓഫ് OPC എൻറ്ററിംഗ് ഇൻ ടു കോൺട്രാക്ട്, ഒരു OPC ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് വിത്ത് എ സോൾ മെമ്പർ ഓഫ് എ കമ്പനി ഹു ഈസ് ഓൾസോ എ ഡയറക്ടർ, ഒരൊറ്റ വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്ടർ എന്ന് പറയുന്നത്. The company shall, unless a contract is in writing, ensure that terms of the contract offering contain a memorandum or recorded in a minutes of the first meeting of the board of directors of the company held next after entering into contract. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ മെമ്മോറാണ്ടത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദി റൂൾസ് ഫ്രെയിംഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഫ്രെയിം ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ഓൺലി എ നാച്ചുറൽ പേഴ്സൺ, ഇന്ത്യൻ സിറ്റിസൺ ഓർ റെസിഡന്റ് ഇൻ ഇന്ത്യ ഹു ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റഡ് എ OPC. ഒരു OPC രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, 1% കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു നാച്ചുറൽ ഒരു പേഴ്സൺ ആയിരിക്കണം. അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ ആയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു നോമിനിയെ കൂടെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. A person can incorporate only one OPC become its nominee. അപ്പൊ എന്താണ്, ഒരു പേഴ്സൺ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഒറ്റയാളായിട്ടാണ്. 1% കമ്പനി ആയിട്ടാണെങ്കിൽ അദ്ദേഹമായിരിക്കും അതിന്റെ നോമിനി എന്ന് പറയുന്നത്. എ മൈനർ കനോട്ട് ബി എ മെമ്പർ ഓഫ് നോമിനി. ഒരിക്കലും മൈനർക്ക് 18 വയസ്സ് കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഒരു കമ്പനിയുടെ നോമിനി ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു OPC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും 50 ലക്ഷത്തിന് മേലെ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരിക്കലും 2 കോടിക്ക് മേലെ ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്.
പിന്നെ ഇറ്റ് ഷാൽ ബി സീസ് ടു കണ്ടിന്യൂ 1% കമ്പനി ക്യാൻ കൺവേർട്ട് ഇൻ ടു പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനി വിത്തിൻ 6 months. ആ ഒരു 1% കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ അതിനെ പ്രൈവറ്റ് കമ്പനി ആയിട്ടോ പബ്ലിക് കമ്പനിയിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇറ്റ് ക്യാൻ ഗെറ്റ് ഇറ്റ് സെൽഫ് കൺവേർട്ടഡ് ഇൻ ടു എ പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനി ആഫ്റ്റർ ഇൻക്രീസിംഗ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഡയറക്ടേഴ്സ് ടു minimum 7 members and 3 directors of the company case may be. ഒന്ന് നോക്കിക്കേ, ഒരു കമ്പനി ആ 1% കമ്പനിയെ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ പബ്ലിക് കമ്പനി ആയിട്ടോ മാറ്റണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 7 മെമ്പേഴ്സ് എങ്കിലും മിനിമം വേണം. ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ആയിരുന്ന സ്ഥലത്ത് 2 or 3 ഡയറക്ടേഴ്സ് എങ്കിലും വേണം. എങ്കിൽ മാത്രമാണ് ആ ഒരു കമ്പനിയെ പബ്ലിക് കമ്പനിയിലേക്കോ പ്രൈവറ്റ് കമ്പനിയിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി സ്മോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്മോൾ കമ്പനി? അക്കോർഡിംഗ് ടു ദി കമ്പനീസ് ആക്ട്, സ്മോൾ കമ്പനീസ് അതർ ദാൻ പബ്ലിക് കമ്പനി, പബ്ലിക് കമ്പനി അല്ലാത്ത ഏതൊരു കമ്പനിയും നമുക്ക് സ്മോൾ കമ്പനി എന്ന് പറയാം. അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും 50 ലക്ഷത്തിന് മുകളിലാവാനായിട്ട് പാടില്ല. അതോ അതിന്റെ ഹയർ എമൗണ്ട് ആവാനായിട്ട് ഒരിക്കലും പാടില്ല. മേ ബി പ്രിസ്ക്രൈബ്ഡ് വിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 10 crore വിച്ച് ഇസ് ദ ടേൺ ഓവർ. അതിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരിക്കലും 10 കോടിക്ക് മേലെ ആവാനായിട്ട് ഒരിക്കലും പാടില്ല. As per last profit and loss account for immediately preceding financial year does not exceeding 2 crore. ആ ഒരു കഴിഞ്ഞ വർഷത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 2 കോടിയിൽ അധികമാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിനാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. സ്മോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പബ്ലിക് കമ്പനി അല്ലാത്ത ഏതൊരു കമ്പനിയും സ്മോൾ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും 50 ലക്ഷത്തിന് മുകളിലാവാനായിട്ട് പാടില്ല. അതിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും 10 കോടിക്ക് മുകളിലാവാൻ ടേൺ ഓവർ ആവാനും പാടില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഒരിക്കലും 2 കോടിക്ക് കൂടുതലാവാനായിട്ടും പാടില്ല. ഇനി അസോസിയേഷൻ ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്, ദ കമ്പനീസ് ഹാവിംഗ് പെർഫോം ചാരിറ്റബിൾ പർപ്പസസ് മേ ഫോംഡ് ആസ് എൻ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. അതെന്ന് കമ്പനീസ് ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അത്തരം കമ്പനികൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന പേരിലായിരിക്കണം. ദീസ് ആർ ഫോംഡ് മെയിൻലി ദ ഒബ്ജക്ട് ഓഫ് പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ്. ഒരിക്കലും ഇത്തരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അല്ലാതെ തുടങ്ങുന്ന കമ്പനികളെയാണ് അസോസിയേഷൻ ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, അതുപോലത്തെ സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ഇത്തരത്തിലുള്ള പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം കമ്പനികൾ ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആവരുത്. അത്തരം കമ്പനികളെ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്ക്, ലൈസൻസ് നമുക്ക് ലഭിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? പബ്ലിക് വെൽഫെയർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്, ആസ് പെർ സെക്ഷൻ 464, no association or partnership consisting more than 50% shall be formed for the purpose of carrying on any business that has for the objective of acquisition of gains or association or partnership or individual members thereof. ഏതൊരു അസോസിയേഷൻ ആയിക്കോട്ടെ പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ അതൊരിക്കലും 50 പേർക്ക് മുകളിലായിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇത് ഏതൊരു ബിസിനസ് പർപ്പസസിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിനിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അസോസിയേഷന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ, ഒരിക്കലും 50 ആളുകളിൽ കൂടുതലാവാനായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. Therefore, an unregistered association so formed regarded as an illegal association all through form of its object is illegal. ലക്ഷ്യം എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണെങ്കിൽ, നിയമവിരുദ്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ പ്രവർത്തിക്കണമെങ്കിൽ അതിനെയാണ് ഇല്ലീഗൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. But as an exemption, a Hindu undivided family carry on any business and even earning profit with any number of members without being registered or formed for pursuing Indian laws not considering is an illegal association. അതായത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ക്യാരി ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റോ അവർ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാതെ ആയിട്ടാണ്, അല്ലെങ്കിൽ അവർ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അതും എന്തിനനുസരിച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള അസോസിയേഷന് എക്സാമ്പിൾസ് ആണെന്നാണ് പറയുന്നത്. കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത്
ഇൻ കേസ് ഓഫ് ആൻ ഇല്ലീഗൽ അസോസിയേഷൻ ആണെങ്കിൽ ഈച്ച് മെമ്പർ ഷാൽ ബി പണിഷബിൾ. അതിലെ ഓരോ മെമ്പേഴ്സും എന്താണ് പണിഷബിൾ ആകും വിത്ത് എ ഫൈൻ വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് 1 lakh rupees. They will be personally liable for liabilities incurred on the business. 1 ലക്ഷം രൂപയാണ് പിഴ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ for the association cannot be entered to any contract, cannot be sued to any members outside or within the subsequently registered company. ഇനി ആ ഒരു അസോസിയേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട മറ്റു മെമ്പേഴ്സിന് ഇവർക്കെതിരെ എന്ത് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. 1 word ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് എല്ലാം നോക്കണം കേട്ടോ. ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണേ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പബ്ലിക് കമ്പനി അല്ലാത്ത ഏതൊരു കമ്പനിയെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൈവറ്റ് കമ്പനി എന്ന് വിളിക്കാം. അതിന്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് കമ്പൽസറി ആയിട്ടും റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പബ്ലിക്കിലേക്ക് ഇൻവിറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതും പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും ചേരാത്തൊരു കാര്യമാണ്. മിനിമം 2 പേരും മാക്സിമം 200 പേരെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി റെസ്ട്രിക്ഷൻസ് ഓൺ ദി റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു റൈറ്റ് എന്ന് പറയുന്നത്, ഒരു റൈറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒന്നാണ്. ഷെയർസ് മറ്റാരിലേക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് എല്ലാം തന്നെ നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഷെയർസ് ആയിരിക്കും. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഓൺ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. മാക്സിമം 200 അംഗങ്ങൾ വരെ മാത്രമേ ഇവിടെ പാടുള്ളൂ, പ്രൈവറ്റ് കമ്പനിയിൽ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇനി പ്രൊഹിബിഷൻ ഓൺ ഇൻവിറ്റേഷൻ ടു പബ്ലിക്. പബ്ലിക്കിലേക്ക് ഒരിക്കലും ഇൻവിറ്റേഷൻ അടിച്ചിറക്കരുത്. പ്രോസ്പെക്ടസ് ഒരിക്കലും പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് മേ എക്സീഡ് 200. ഒരിക്കലും 200 മേലെ ഒരിക്കലും എക്സീഡ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും 200 മേലെ ആവാനായിട്ട് പാടില്ല. ഇനി അതർ റിക്വയർമെന്റ്സ് റിലേറ്റിംഗ് ടു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ദ ആക്ട് റിക്വയർ 2 or more മെമ്പേഴ്സ് മസ്റ്റ് ബി സബ്സ്ക്രൈബർ ഓഫ് ദി നെയിം ടു ദി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഫോമിംഗ് പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടാകും അത്രത്തോളം മെമ്പേഴ്സിന്റെ പേരും മറ്റു ഡീറ്റെയിൽസും എല്ലാം തന്നെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ദ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേരിന് അവസാനം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അബ്രീവിയേഷൻ ആയിട്ടുള്ള PVT LTD എന്ന് പറയുന്ന ആ ഒരു ഫോം ചേർത്തിരിക്കണം. ഇൻ കേസ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഏതൊരു കമ്പനിയെയും നമ്മൾ വിളിക്കുന്നത് പബ്ലിക് കമ്പനിയാണ്. അതിന്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയിൽ മുമ്പാടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് കമ്പനിയെ പറ്റി പറയാനുള്ളത്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ മാക്സിമം നമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. പബ്ലിക് കമ്പനിക്ക് ലിമിറ്റ് ഇല്ല. മിനിമം 2 persons ആണ് പ്രൈവറ്റ് കമ്പനിയിലെങ്കിലും മിനിമം 7 persons ആണ് പബ്ലിക് കമ്പനിയിൽ. പബ്ലിക് കമ്പനിയുടെ ഷെയർസ് എല്ലാം തന്നെ യഥേഷ്ടം ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണെങ്കിൽ പോലും പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് ഇൻവിറ്റേഷൻസ് സ്വീകരിക്കാൻ പാടില്ല. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ യഥേഷ്ടം ഇൻവിറ്റേഷൻസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് 2 or 3 ഡയറക്ടേഴ്സ് എങ്കിലും പബ്ലിക് കമ്പനിയിൽ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്ടർ എങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ വേണം. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും കൂടാതെ തന്നെ നമുക്ക് റെമ്യൂണറേഷൻസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. പബ്ലിക് കമ്പനിയിൽ എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റിന്റെ 11% ഉയരാൻ ഒരിക്കലും പാടില്ല. ദർ മസ്റ്റ് ബി at least 2 directors in case of private company. പ്രൈവറ്റ് കമ്പനിക്ക് 2 ഡയറക്ടേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. അതേസമയം പബ്ലിക് കമ്പനിക്ക് 3 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഇനി പബ്ലിക് കമ്പനിയുടെ അണ്ടറിലെ ലിമിറ്റഡ് എന്നും പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ PVT ലിമിറ്റഡ് എന്നും കാണിച്ചിരിക്കണം. പബ്ലിക് കമ്പനിയിലാണെങ്കിൽ ജനറൽ മീറ്റിംഗില് ക്വാറം ഫില്ല് ചെയ്തിരിക്കണം. അതേസമയം പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 members എങ്കിലും മതി ക്വാറം ഫില്ല് ചെയ്യാനായിട്ട്.
പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി certain privileges and exemptions available to private limited കമ്പനിക്ക് അവൈലബിൾ ആവുന്ന ചില എക്സംഷൻസ് അല്ലെങ്കിൽ പ്രിവിലേജസ് എന്തൊക്കെയാണുള്ളത്. ഇറ്റ് ക്യാൻ ഹാവ് ഓൺലി 2 ഡയറക്ടേഴ്സ് അഗെയിൻസ്റ്റ് മിനിമം 3 ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി 3 ഡയറക്ടേഴ്സ് വേണമെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് എത്ര മാത്രം മതി? 2 മാത്രം മതി. ഓൺലി 2 persons ക്യാൻ ഫോം എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 2 വ്യക്തികളായാലും മതി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ക്വാറം എന്ന് പറയുന്നത് 2 ആണ്. Private company can exempted from the provisions limited managerial remuneration. Managerial remuneration കൊടുക്കുന്ന ആ ഒരു, അതായത് പബ്ലിക് കമ്പനിക്ക് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ 11% ഉയരാൻ പാടില്ല എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ ഉണ്ട്. അത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. Directors of a private companies are not required to retire any rotation or all directors are non-rotationable. പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും റൊട്ടേഷൻ ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടണമെന്ന് വേണ്ട. A private company is not bounded by legal provisions relating to filling casual vacancies of directors. അതായത് ഡയറക്ടേഴ്സിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു പ്രൊവിഷൻസ് കൊടുക്കുന്നതിൽ യാതൊരുവിധ ലീഗൽ ആയിട്ടുള്ള പ്രൊവിഷൻസും നോക്കേണ്ട ആവശ്യകത ഇല്ല. The person can be director not more than 10 public companies but can director maximum 20 private companies. A person can be director in not more than 10 public companies. 10 പബ്ലിക് കമ്പനീസിനേക്കാളും മുകളിലാവാനായിട്ട് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. എ പ്രൈവറ്റ് കമ്പനി ഈസ് നോട്ട് ബൗണ്ട് ടു അപ്പോയിന്റ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ ബൗണ്ടും നോക്കേണ്ടതായിട്ടുള്ള കാര്യഗതിയില്ല. ഇഫ് മെമ്മോറാൻഡം ഓർ ആർട്ടിക്കിൾസ് ഓഫ് പ്രൊവൈഡ് പ്രൈവറ്റ് കമ്പനി മേ ഇഷ്യൂ ഷെയർസ് അതർ ദാൻ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. മെമ്മോറാൻഡത്തിലും ആർട്ടിക്കിൾസിലും പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ഷെയർസോ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. Private company may provide loans to purchase its own shares by satisfying some conditions. ചില സാഹചര്യങ്ങളെ സംതൃപ്തിപ്പെടുത്താനായിട്ട് അവരവരുടെ ഷെയർസ് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. And interested directors of a private company after declaring interest can participate in a board meeting. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഡയറക്ടർ ആവാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഇൻട്രസ്റ്റ് ബോർഡ് മീറ്റിംഗ് വഴിയായിട്ട് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. Private company is exempted from requirement of constituting audit committee of board. ഓഡിറ്റ് കമ്മിറ്റി ബോർഡിന്റേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് പ്രൈവറ്റ് കമ്പനിക്ക് യഥേഷ്ടം എക്സംപ്റ്റ് ചെയ്യാവുന്നതാണ്, ഒഴിവാക്കാവുന്നതാണ്. കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി ഇൻടു പബ്ലിക് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് കമ്പനിയിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. The articles of a private company are needed to be amended by a private company by passing special resolution converting itself into public company. Articles of associationൽ പ്രൈവറ്റ് കമ്പനി എന്നായിരിക്കുമല്ലോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനെ യഥേഷ്ടം നമുക്ക് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നമുക്ക് അമെന്റ്മെന്റ് നടത്താവുന്നതാണ്. ഇറ്റ് ഹാസ് ടു ഇൻക്രീസ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇറ്റ്സ് മിനിമം 7. 2 എന്ന് പറയുന്ന ആ ഒരു മെമ്പറിനെ നമുക്ക് 7 ആക്കി മാറ്റിയാൽ നമുക്ക് യഥേഷ്ടം പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡയറക്ടേഴ്സിന്റെ കേസിലും അത് തന്നെ. 2 എന്ന് പറയുന്നത് 3 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യഥേഷ്ടം ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഓൺ കൺവേർഷൻ ഇൻ ടു പബ്ലിക് കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പി ലിമിറ്റഡ് എന്ന് അടുത്തടുത്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിട്ട് പി ലിമിറ്റഡിന് നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ട് ലിമിറ്റഡ് എന്ന് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഓൾട്രേഷൻസ് എല്ലാം നടത്തുന്നതിന് മുൻപായിട്ട് ഓൾട്രേഷൻസ് മേ ബി മെയ്ഡ് ബൈ ദി കമ്പനീസ് ആർട്ടിക്കിൾസിലായിരിക്കും ഓൾട്രേഷൻസ് നടത്തുന്നത്. അത് 15 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫയല് ചെയ്തിരിക്കണം. ഓൾട്രേഷൻ എവിടെയാണ് നടത്തുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു പബ്ലിക് കമ്പനിയെ എങ്ങനെയാണ് പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ആ കമ്പനിയുടെ ഏത് കമ്പനി പബ്ലിക് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ദ വേർഡ് പി ലിമിറ്റഡ് will be added before the word of limited. Limited എന്ന് പറയുന്ന വേർഡിന് മുന്നിലായിട്ട് പി ലിമിറ്റഡ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. ബിസൈഡ്സ് ഓൾട്ടറിങ് ആർട്ടിക്കിൾസ് ഓൾട്ടർ ചെയ്യുന്നതിന് ഇതായിട്ട് ദ കമ്പനീസ് ആർ ഒബ്റ്റൈനിങ് അപ്രൂവൽ ഫ്രം സെൻട്രൽ ഗവൺമെന്റിൽ നിന്നൊരു അപ്രൂവൽ നമുക്ക് ലഭിച്ചിരിക്കണം. എവറി ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ദ കോപ്പി ഓഫ് ഓർഡർ സെൻട്രൽ ഗവൺമെന്റ്. ഏതൊരു മാറ്റവും ഏതൊരു ഓൾട്ടറേഷനും ആർട്ടിക്കിൾസിൽ വരുത്തുമ്പോഴും അതിന്റെ കോപ്പി സെൻട്രൽ ഗവൺമെന്റിന് മുന്നിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. In order to central government approving alteration to be filed with the registrar within 15 days. രജിസ്ട്രാർക്ക് മുന്നിൽ 15 ദിവസം ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അത് ഇഷ്യൂ ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന് ഓൾട്ടറേഷൻ വരുത്താനായിട്ട്
സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊമോട്ടർ ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.